ചോദ്യം ലോകത്തിന് കേരളത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് വഴികാട്ടേണ്ട പുരോഗമന കലാസാഹിത്യത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മരുന്നിന് പോലും ഒരു സ്ത്രീകളില്ല ആ കമ്മിറ്റി. എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? അയ്യോ, എനിക്കത് കണ്ടപ്പോൾ ചിരിയാ വന്നത്. ആ 4 പുരുഷന്മാർ, അത് പുരുഷന്മാരെന്ന് പറയുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പലരും FBയിൽ പറഞ്ഞുള്ള അമ്മാവന്മാരായിട്ടുള്ള കഷ്ടമാണ്. ആശങ്ക മാത്രമല്ല, എനിക്ക് വളരെ പുച്ഛം തോന്നുന്നതാണ് ഇത്രയും കാലമായിട്ട് ഒരു സ്ത്രീ വന്നില്ല എന്നുള്ളത്. പുരോഗമന കലാസാഹിത്യ സംഘം മലയാളി സമൂഹത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന സംഘടന. ഈ സംഘടനയുടെ കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ നേതൃത്വ നിരയിൽ ഒറ്റ വനിത പോലുമല്ല. പിന്നോട്ടാണോ ഈ സംഘടന നമ്മെ നയിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്നോടൊപ്പം ഇന്നുള്ളത് സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയും കൂടിയായ അഡ്വക്കേറ്റ് കുക്കു ദേവകിയാണ്. കുക്കു ദേവകിയോട് നമുക്ക് സംസാരിക്കാം. ഒരു ചോദ്യം, ലോകത്തിന് കേരളത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് വഴികാട്ടേണ്ട പുരോഗമന കലാസാഹിത്യത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മരുന്നിന് പോലും ഒരു സ്ത്രീകളില്ല ആ കമ്മിറ്റി. എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? അയ്യോ, എനിക്കത് കണ്ടപ്പോൾ ചിരിയാ വന്നത്. ആ 4 പുരുഷന്മാർ, അത് പുരുഷന്മാരെന്ന് പറയുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പലരും FBയിൽ പറഞ്ഞുള്ള അമ്മാവന്മാരായിട്ടുള്ള ആളുകൾ. പക്ഷേ ഇടതുപക്ഷ സംഘടന പുരോഗമന കലാസാഹിത്യ സംഘം എന്നാണ് ഇതിന്റെ പേര് കൂടി. വളരെ നമ്മൾ ആരാധിക്കുന്ന ബുദ്ധിജീവികളൊക്കെ ഉള്ളത്. അവർക്ക് ഒരു സ്ത്രീയെ പോലും അവരുടെ നേതൃത്വത്തിലേക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള എന്നുള്ളത് കഷ്ടമാണ്. ആശങ്ക മാത്രമല്ല, എനിക്ക് വളരെ പുച്ഛം തോന്നുന്നതാണ് ഇത്രയും കാലമായിട്ട് ഒരു സ്ത്രീ വന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ 2024 ഒരു സംസ്ഥാന സമ്മേളനത്തില് വരുമ്പോ അവർക്കൊക്കെ പിന്നെ അമ്മയെ വിമർശിക്കാൻ എന്ത് അധികാരം, അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളെ വിമർശിക്കാൻ എന്ത് അധികാരം? തീർച്ചയായും അവരല്ലേ വഴികാട്ടേണ്ടത്. അതിപ്പോ ഈ സിനിമ സംബന്ധിയായിട്ടുള്ള കാര്യം, അമ്മയുടെ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ ഭയങ്കര സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ഞങ്ങള് എല്ലാവരും സ്ത്രീ പക്ഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നന്നായിട്ട് എഴുതും, FBയിൽ എഴുതും, ഉറഞ്ഞു തുള്ളുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരാളെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ അത് പുരുഷന്മാരിങ്ങനെ ഇടിച്ചു കയറുന്ന പോലെ സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞത് നോർമലൈസ് ചെയ്യാണ്. അത് കഴിഞ്ഞ ദിവസം ഞാനത് ഇന്ന് FBയിൽ പോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൊല്ലം തുളസിയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പേര് കേട്ടിട്ട്, കൊല്ലം തുളസി എന്നുള്ള പേര് കേട്ടിട്ട് ഒരു പ്രൊഡ്യൂസർ എൻ്റെ വാതിലിൽ മുട്ടിൻ്റെ റൂമിൽ വന്നു എന്നാണ് പറയുന്നത് അയാളെ. അപ്പോൾ എൻ്റെ കൊല്ലം തുളസി എന്നുള്ള പേര് സ്ത്രീയുടെ പേരാണല്ലോ. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുക, കൊല്ലം തുളസി പറയാം, അദ്ദേഹത്തിന് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് പെണ്ണുങ്ങളുടെ അടുത്തപ്പോൾ അങ്ങനെ ചെല്ലാം എന്നുള്ള ഒരു നോർമൽ വാദം അവിടെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്ര മാത്രമുണ്ട്. അപ്പൊ അതിന് ചോദിക്കുന്ന അവതാരക അതിപ്പോ കേട്ടിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിലത്തെ വയലൻസ് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിലെ പാർലമെന്റുകളിലും നിയമസഭകളിലൊക്കെ വളരെ ദയനീയമാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിന് ആവർത്തിച്ച് വഴികാട്ടികളാവേണ്ട ഒരു സംഘടനയാണ്. ദയനീയമല്ലേ ഈ അവസ്ഥ? ഭയങ്കര അതിദയനീയമാണ്. ഈ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ സ്ത്രീകളുടെ മുന്നേറ്റം എന്നൊക്കെ പറയുന്നത് വെറുതെ 8-ലെ പശുവായിട്ട് തീരും. പുസ്തകത്താളുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ ആവർത്തിച്ച് പ്രാതിനിധ്യത്തിന് വേണ്ടി പറയുന്നവരാണ് ഈ പല പുരോഗമന ചിന്തകരും. പക്ഷെ പ്രാവർത്തികമാക്കുന്നില്ല. നമ്മളിനി പ്രാക്ടിക്കലി ഇതൊക്കെ ആ സ്ഥാനങ്ങളിൽ, അധികാര സ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകൾ വരണം. എല്ലായിടത്തും സ്ത്രീകളുടെ കയ്യൊപ്പുണ്ടായിരിക്കണം. ഇപ്പോൾ അമ്മയിൽ തന്നെ, ഇപ്പോൾ അമ്മ എന്ന് ഞാൻ പറയില്ല, AMMA എന്ന് പറഞ്ഞ സംഘടനയിൽ തന്നെ ഇപ്പോൾ പഴയ ഇത് രാജിവെച്ചപ്പോൾ പുതിയ ഭരണസമിതി വരുമ്പോൾ അതിൽ സ്ത്രീകൾ ഉണ്ടായിരിക്കണം, അതിനെ നയിക്കാൻ സ്ത്രീ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടില്ല. ഒരു സ്ത്രീയെ പുതിയ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് അംഗീകാരവും അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ പോലും ശരിക്കും പുരോഗമന കലാസാഹിത്യം എന്ന സംഘത്തിന്റെ പ്രസക്തി തന്നെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അറ്റ്ലീസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെടുക. മുഖം തന്നെ അവരെ പോയി. ഞാനൊരു സംഘടനയുടെ പ്രസക്തി മുഖം അല്ല, ഞാൻ പറയുന്നത് ഈ കലുഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു കാലത്ത് ഇത്തരം കാര്യങ്ങൾ മാതൃകയാകണം. ഞാൻ പറയുന്നത് ഇതൊക്കെ മാതൃകയാവേണ്ട സംഘടനകളാണ്. പുരോഗമനം അതുകൊണ്ടെങ്കിൽ നമ്മൾ പുരോഗമനപരമായിട്ടുള്ള ഒരു കാൽവയ്പ് നമ്മളോട് നടത്തിയിരിക്കണം. ഇപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നമ്മൾ എന്താ പറയണേ, പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനം അങ്ങനെയൊക്കെയല്ലേ സൂചിപ്പിക്കും. അല്ല, നമ്മള് സ്ത്രീകൾക്ക് വേണ്ടി അന്ന് അല്ലെങ്കിൽ സ്ത്രീ പ്രസ്ഥാനങ്ങള് അല്ല സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോ ആ ഒരു മാതൃക നമ്മൾ കാണിക്കണം. അല്ലാതെ ഈ ഇത്ര കാലം ഇങ്ങനെ കാണിച്ചു, ഇനി അടുത്ത നമ്മളിനി കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ഇനി വരുന്ന കുട്ടികള് ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിനെയും എല്ലാ സംഘങ്ങളെയും ചവിട്ടി പുറന്തള്ളും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക.
നമ്മൾ ഇനി മുന്നോട്ടാണ് പോകുന്നത്, പിന്നോട്ടേക്കല്ല. നമ്മൾ സഞ്ചരിക്കുന്നത് മാഡം പറയുന്നത് മുന്നോട്ടാണ് പോകേണ്ടത്. മുന്നോട്ടാണ് പോകേണ്ടത്. താങ്ക് യു കുക്ക് മാഡം. ഓക്കെ.